ഒരു ബസ്സിൽ ഒരാളിങ്ങനെ സൈഡിലിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടി സൈഡിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരാളിങ്ങനെ ആഞ്ഞിടയ്ക്കിടയ്ക്ക് സ്പർശിച്ചു വരികയാണ്. അപ്പോൾ ഈയുടെ സ്പർശനവും കുട്ടിയുടെ പ്രതികരണവും ഈ കാണുന്നയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ പലതും ന്യൂറോണിൻ്റെ തലങ്ങളിൽ പഠിച്ചു നോക്കുമ്പോൾ അത്ഭുതകരങ്ങളായ കാഴ്ചകൾ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ആട്ടത്തിലും സ്പർശനത്തിൻ്റെ സുഖം അനുഭവിക്കുമ്പോഴാണ് ഈ കുട്ടി മെല്ലെ ആ സ്പർശനം ദുഃഖമായി അതിൻ്റെ ന്യൂറോണിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഉടനെ ആ കുട്ടി കോമ്പസ് വെച്ച് കൊടുത്തു. ഇയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ടിക്കറ്റ് എടുത്തൊന്നും അടുത്ത സ്റ്റോപ്പിലേക്കല്ല, അതൊക്കെ മറ്റേയാൾ കണ്ടിട്ടുണ്ട്. കണ്ടയാൾ കുട്ടിയോട് പതുക്കെ പറഞ്ഞു വെൽ ഡൺ. ചുമ്മാ അറിയാനായിട്ടൊന്ന് പറഞ്ഞു വെൽ ഡൺ. അടുത്ത സ്റ്റോപ്പിൽ കുട്ടി ഇറങ്ങി. മറ്റൊരാൾ കണ്ടു എന്നറിഞ്ഞപ്പോൾ ഇയാൾക്ക് കോമ്പസ് വെച്ചതുപോലെ ആയിരിക്കുമോ എല്ലാവരോടും പെരുമാറുന്നത്. അയാൾക്ക് ആനന്ദമുണ്ടാക്കിയ സ്പർശനത്തെ ദുഃഖമായാണ് രൂപാന്തരപ്പെടുത്തിയതെങ്കിൽ വേറൊരിക്കൽ വേറൊരിടത്ത് വേറൊരാളുടെ സ്പർശനം കുട്ടിയുടെ സിനാപ്സിൽ പൂർവജന്മങ്ങൾ ഉണർത്തുന്നത് ആനന്ദമായിട്ടായിക്കൂടെ? ആ സ്പർശനത്തിൽ നിന്ന് കുട്ടിയുടെ ചെയ്തിയെ ധാർമ്മികതയുടെയും നീതിശാസ്ത്രത്തിന്റെയും തത്വസംഹിതകളിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആ കുട്ടി ചെയ്തത് ശരിയാണെന്നും അയാൾ ചെയ്തത് തെറ്റാണെന്നും മാനുഷിക മൂല്യങ്ങളെ വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ശബ്ദത്തിന്റെയും സ്പർശത്തിന്റെയും രൂപത്തിന്റെയും രസത്തിന്റെയും ഗന്ധത്തിന്റെയും ലോകങ്ങളിൽ പൂർവ ജന്മസ്മൃതികൾ ഉണർത്തുമ്പോൾ തെറ്റും ശരിയും ഏതൊന്നും നിശ്ചയിക്കാനാവാത്ത ആയിരം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ലോകമല്ലേ എല്ലാ നല്ലവരുടെയും എല്ലാ മോശക്കാരുടെയും ഈ എല്ലാ ഹൃദയഭാഗങ്ങളിലും എല്ലാ കാലത്തും കിടക്കുക? തികച്ചും ആപേക്ഷികമല്ലേ ലൗകിക ജീവിതത്തിൻ്റെ ബഹിരംഗ യോഗങ്ങളിൽ ധർമ്മവും അധർമ്മവും? ചോദ്യം വളരെ കടുത്തതാണ്. അതീവ സങ്കീർണമല്ലേ സ്വേച്ഛയുടെയും പരേച്ഛയുടെയും അനിച്ഛയുടെയും ലോകങ്ങളിൽ ആവിർഭവിക്കുന്ന സങ്കല്പവും കാമവും കർമ്മവും ഉതിർക്കുന്ന കർമ്മകലാപങ്ങളുടെ രംഗവേദികൾ? മറ്റൊരാൾ ഒരു കൈപ്പാടകല ദൂരത്തുകൂടെ കടന്നുപോയാൽ അയാളെ ശിക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ അവർക്കിഷ്ടമുള്ള ആളുകളുടെ മടിയിലിരിക്കുമ്പോൾ തലവെച്ച് കിടക്കുമ്പോൾ സ്പർശനത്തിൻ്റെ ദർശനത്തിൻ്റെ സാമീപ്യത്തിൻ്റെ സങ്കല്പങ്ങൾ ധർമാധർമ്മങ്ങളിൽ കൂട്ടിയിണക്കുന്നതാകെ വികലമാവുന്നില്ലേ? നീതിന്യായങ്ങളുടെയും ശാസ്ത്ര സാങ്കേതികത്വത്തിൻ്റെയും അന്തർധാരകളെ മുഴുവൻ ഒരേപോലെ പിച്ചിച്ചിന്തുന്ന ഒരു ദാർശനിക സത്യം ഇതിൽ നിന്നെല്ലാം വേറിട്ട് മനുഷ്യൻ്റെ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ സമഗ്രമായി കൂട്ടിയിണക്കി പ്രാരബ്ധങ്ങളുടെയും പുരുഷാർത്ഥങ്ങളുടെയും രണ്ട് വ്യത്യസ്ത മാതൃകകളായി നിലകൊള്ളുന്നുവെന്നോ? എങ്കിൽ നിയമങ്ങളും നീതികളും ഭരണങ്ങളും മാനവന്റെ മുക്തിക്കും ഉത്കർഷത്തിനും ഉതകുമാറാകണമെങ്കിൽ കുടുംബവും രാഷ്ട്രവും എല്ലാം പ്രാരബ്ധ പുരുഷാർത്ഥങ്ങളെ പഠിച്ചും അറിഞ്ഞും പഠിപ്പിച്ചും അവയ്ക്കനുസൃതമായും കൊണ്ടുപോകേണ്ടതല്ലേ? അവയുടെ ആന്തോളനങ്ങളുടെ താളക്രമങ്ങളെ തിരിച്ചറിയുന്നൊരു തത്വദർശനത്തിന് വ്യക്തിയുടെ പ്രശ്നങ്ങളെ, സങ്കീർണതകളെ, രോഗങ്ങളെ, വേദനകളെ ആഴത്തിൽ മാറ്റാൻ കഴിയുന്നതായിരിക്കില്ലേ? എൻ്റെ സാമീപ്യമാണ് എൻ്റെ അച്ഛൻ്റെ കണ്ണുകളെ കളഞ്ഞതെങ്കിൽ, എൻ്റെ ഒരു കർമ്മമാണ് അച്ഛനിൽ പൂർവജന്മങ്ങളുടെ സ്മൃതികൾ ഉണവാക്കി അച്ഛനെ തളർത്തിയതെങ്കിൽ, എൻ്റെ സങ്കീർണമായ ഒരു ഔഷധത്തിൻ്റെ സ്മരണയാണ് 1000 പേരെ രക്ഷിച്ചതെന്ന് പറയുമ്പോഴും ആ ഒരാളിൻ്റെ സ്മരണയെ പൂർവ്വലോകത്തേക്ക് കൊണ്ടുപോയി മാറ്റിമറിച്ചതെങ്കിൽ, ഔഷധത്തെക്കാൾ കർമ്മത്തെക്കാൾ വ്യക്തിയുടെ സ്മരണകൾക്ക് പ്രാധാന്യം വരുന്നുവെങ്കിൽ അവയെ അവലംബിച്ചായിരിക്കണ്ടേ മാനവന്റെ ഉത്കർഷം മുഴുവൻ? വളരെ പരിഷ്കൃതനാണ് മനുഷ്യൻ. ഒരു മിന്നൽ 100 കണക്കിന് പുതിയ ജനുസ്സുകളെ സൃഷ്ടിക്കുകയും അതേസമയം അത് കുറെ പേരുടെ മരണകാരണമാവുകയും ചെയ്യുന്നു. പുതിയ ജനുസ്സുകളെ മുട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് മിന്നൽ ചെയ്യുന്നത്. ശാസ്ത്രീയമായ സത്യമാണ്. 2 വോൾട്ടുള്ള ഒരു ഉപകരണം മുതൽ 230 വോൾട്ടിൽ വൈദ്യുതി പോകുന്ന ഉപകരണങ്ങൾ വരെ വ്യത്യസ്ത വാറ്റിലുള്ളവ മുറിയിലിരിക്കുമ്പോൾ അവയിൽ ചിലത് അടിച്ചു പോകുന്നു, ചിലത് പോകാതിരിക്കുന്നു. മിന്നലിൽ നിന്ന് വരുന്ന വൈദ്യുത പ്രവാഹത്തെ മുഴുവൻ ഭൂമിയിലേക്ക് എർത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് മുകളിലൊരു കമ്പിക്കൂടവും താഴേക്ക് കുറെ എർത്ത് പ്ലേറ്റുകളും ചെമ്പ് കമ്പി കൊണ്ടിടുമ്പോൾ അത് സങ്കല്പിക്കുന്നവൻ 1000 വോൾട്ടിനെയോ 5000 വോൾട്ടിനെയോ സങ്കല്പിക്കുമ്പോൾ ഒരു മിന്നൽ ചിലപ്പോൾ കടന്നു വരുന്നത്
ഇവൻ പ്രതീക്ഷിക്കുന്ന 5000-ഓ 1000-ഓ 50,000-ഓ വോൾട്ടിലായിരിക്കില്ല. പോകുമ്പോൾ അവൻ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത വോൾട്ടിന് അപ്പുറത്തായിപ്പോയി മിന്നൽ. ഇല്ലെങ്കിൽ 30,000 കൊടുത്ത് നിങ്ങൾ വെച്ച സാധനത്തിൻ്റെ നന്മയാണെന്ന് നിങ്ങൾ ശാസ്ത്രീയമായി സമാധാനിക്കുകയും ചെയ്യുന്നു. അതില്ലായിരുന്നെങ്കിൽ നമ്മുടെതൊക്കെ അടിച്ചു പോയനെ. അത് വെച്ചിട്ടും അടിച്ചു പോയവനും അത് വെക്കാതിരുന്നിട്ടും അടിച്ചു പോകാത്തവനും ഉണ്ടായിരിക്കുമ്പോൾ ഇതൊക്കെ വെച്ചാലും ഭാഗ്യം പോലെയേ ഉള്ളൂ എന്ന് സമാധാനം. ഒരു നിരയങ്ങ് അടിച്ചു പോയി കഴിഞ്ഞപ്പം എന്തിനാ ഈ സാധനം കൂടുതൽ വലിച്ചു കുറച്ച് ദൂരക്കള, ഉടനെ അവനെ വിളി, കസ്റ്റമർ കോർട്ടിൽ ഉടനെ കേസ് ഫയൽ ചെയ്ത്. ഇത്ര വോൾട്ടിനുള്ളിലാണെങ്കിൽ നിശ്ചയമായും പോകില്ല. അതിൽ കൂടിയതിന് നിവൃത്തിയൊന്നുമില്ല.